ഞങ്ങൾ സമരങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഞാൻ വരുന്നത് വൈദ്യുതി ഭവന്റെ മുമ്പിൽ KPCC നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തിട്ടാണ് വരുന്നത്. സംസ്ഥാനത്തുടനീളം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുകയാണ്. അത് UDFന്റെ നേതൃത്വത്തിൽ കൂടി ആ സമരം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തത്. ഇത് വൈദ്യുതി ബോർഡിന്റെ തീരുമാനം എന്ന് പറയുന്നത് അവിടെ നടന്ന അഴിമതിയുടെയും അനാസ്ഥയുടെയും പരിണതഫലം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ തലയിൽ ഇത് കെട്ടിവെക്കുക. UDF ഉണ്ടായിരുന്നപ്പോൾ ലാഭത്തിലാക്കിയതാണ് വൈദ്യുതി ബോർഡ്. ലാഭത്തിലാക്കിയതാണ്. 20 പൈസ ഒരു യൂണിറ്റിന് കുറച്ചു കൊടുത്തതാണ്. വൈദ്യുതി ബോർഡിന്റെ കടം 1083 കോടി രൂപയായി കുറച്ചുകൊണ്ടുവന്നതാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ എഗ്രിമെന്റ് 25 കൊല്ലത്തേക്ക് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാനുള്ള എഗ്രിമെന്റ് 4 രൂപ 15 പൈസ മുതൽ 4 രൂപ 29 പൈസയായിരുന്നു. 7 കൊല്ലം ഇവരിത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് 2023 ഈ പദ്ധതി കരാറിൽ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞ് അത് റദ്ദാക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അത് കൂടുതലാണ് പൈസയെങ്കിൽ കുറച്ച് നിങ്ങൾ വാങ്ങിച്ചോ. 4 രൂപ 29 പൈസയ്ക്ക് 25 കൊല്ലത്തേക്ക് വൈദ്യുതി മേടിക്കാൻ എഗ്രിമെന്റ് വെച്ചത് റദ്ദാക്കിയാൽ 4 രൂപ 28 പൈസക്കെങ്കിലും മേടിക്കണ്ടേ? 1 പൈസ ലാഭം വേണ്ടേ? ഇവര് ചെയ്തത് 4 രൂപ 29 പൈസയ്ക്ക് മേടിച്ചിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കി 8 രൂപ മുതൽ 12 രൂപ 30 പൈസയുള്ള വരെയുള്ള വിലയ്ക്ക് ഇപ്പോൾ കരാർ വൈദ്യുതി മേടിക്കുകയാണ്. ഡെയിലി 15-20 കോടി രൂപയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വൈദ്യുതി കരാർ റദ്ദാക്കിയത് മൂലം ഈ വൈദ്യുതി ബോർഡിനുണ്ടായിരിക്കുന്ന നഷ്ടം. അതിന്റെ എല്ലാം ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ആണ്. വലിയ ബാധ്യതയിലേക്ക് അന്ന് 1083 കോടി രൂപ മാത്രം ആകെ നഷ്ടബാധ്യതയുണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന്റെ ബാധ്യത ഇന്ന് 45,000 കോടിയായി ഉയർന്നു. അതാണ് നിരന്തരമായി വൈദ്യുതി ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ കൂട്ടലിൽ ഡബിൾ ഇഫക്റ്റ് ആണ്. ഇപ്പൊ കൂട്ടിയത് കൂടാതെ മാർച്ചിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുക. മാർച്ച് ആവുമ്പോഴേക്കും വീണ്ടും വൈദ്യുതി ചാർജ് കൂടും. അതിന്റെ ഇടയിൽ മണിയാർ വൈദ്യുത പദ്ധതി 30 കൊല്ലത്തേക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. കരാറിന്റെ ഭാഗമായി കൊടുത്തിരിക്കുക. അത് ഒരു വർഷം 18-20 കോടി രൂപയാണ് അതിൽ നിന്ന് വൈദ്യുതി ലാഭം ഉണ്ടാകാൻ പറ്റുന്നത്. അത് ഇപ്പോൾ ഈ ഡിസംബർ 30-ാം തീയതി 30 വർഷമാകുമ്പോൾ തിരിച്ച് വൈദ്യുതി ബോർഡിനെ ഏൽപ്പിക്കണം. വൈദ്യുതി ബോർഡ് അത് ആവശ്യപ്പെട്ടിരുന്നു. അത് കിട്ടുവാണെങ്കിൽ വൈദ്യുതി ബോർഡിന് ഒരു വർഷം 18-20 കോടി രൂപയുടെ അധികം ലാഭം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ 25 കൊല്ലത്തേക്ക് 1,500 കോടി രൂപയാണ്. 1,500 കോടി രൂപയുടെ ലാഭമാണ്. അത് ആരോടും ആലോചനയില്ലാതെ, വൈദ്യുതി ബോർഡുമായി ചർച്ച നടത്താതെ, ഒരാളുമായി LDFൽ ചർച്ച ചെയ്യാതെ, CPMൽ ചർച്ച ചെയ്യാതെ ഒറ്റയടിക്ക് അത് അടുത്ത 25 കൊല്ലത്തേക്ക് കൂടി ഈ കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കൊള്ളയാണ് ഇപ്പോൾ തീരുമാനിച്ചത്. കൊള്ള മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്രീകരിച്ച് നടന്ന ഉപജാപങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മണിയാർ വൈദ്യുത പദ്ധതി. അതിനെതിരായിട്ടുള്ള ഇപ്പോൾ ഗവൺമെന്റ് ഔദ്യോഗികമായി തീരുമാനിക്കുന്നില്ല അല്ലെ, ബാക്കിയുള്ള ഉപസമിതിയൊക്കെയാണ് തീരുമാനിച്ചത്. തീരുമാനം വന്നാൽ അതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. പോണ പോക്കിൽ നാട് മുഴുവൻ കൊള്ളയടിച്ചിട്ടുള്ള പോണ പോക്കാണ് ഇപ്പൊ ചെയ്യുന്നത്. അന്ന് 1000 രൂപ ആയിരുന്നത് ഇപ്പോൾ 5000 ആക്കി, 5000 25,000 കാലാനുസൃതമായ മാറ്റമാണ് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് അല്ല, അത് ഞാൻ അതിനകത്ത് പറഞ്ഞുതരാം. അതിന്റെ അകത്ത് വനാതിർത്തിയിൽ ഇത് ആരോടാണ് ഇത് ചെയ്യുന്നത്? വനാതിർത്തിയിൽ ജീവിക്കുന്ന കർഷകരോടും വനത്തിനകത്ത് ആവാസ വ്യവസ്ഥയുള്ളവരോടും കൂടുതൽ അധികാരങ്ങളാണ്. ചാർജ് കൂട്ടിയിട്ട് മാത്രമല്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതമായ അധികാരങ്ങൾ കൊടുക്കുക. അമിതമായ അധികാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് കാർഷിക മേഖലയെയും അവരുടെ ആവാസ വ്യവസ്ഥയും അവരുടെ ജീവിതത്തെയും ഗൌരവതരമായി ബാധിക്കുന്ന തരത്തിലാണ്. ഇപ്പോൾ തന്നെ വനാതിർത്തികളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കർഷകരും തമ്മിൽ ഭയങ്കരമായ സംഘർഷം നിലനിൽക്കുകയാണ്. ആരുടെ വീട്ടിലും, അത് എന്ത് നിയമമാണത്, ആരുടെ വീട്ടിലും ഒരു സെർച്ച് വാറന്റ് ഇല്ലാതെ വന്ന് റെയ്ഡ് നടത്താം ഉള്ള അധികാരം ആരുടെയും വീട്ടിൽ ഇരച്ചു കയറാം. മനുഷ്യന്റെ സ്വകാര്യതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഇങ്ങനെ സ്പെഷ്യൽ പീനൽ പ്രൊവിഷൻ ഈ ആക്ടിൽ കൊണ്ടുവന്നിട്ട്. സെർച്ച് വാറന്റ് ഇല്ലാതെ ആരുടെയും വീട്ടിൽ കയറാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും ദുരുപയോഗം ചെയ്യപ്പെടുന്നതെന്ന് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമുണ്ട്. അത് അവരുടെ കയ്യിലേക്ക് അധികാരം കിട്ടിയാൽ പല സ്ഥലത്തും പോലീസ് ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായിട്ടാണ് ആളുകളെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നത്. അവരുടെ കയ്യിലേക്ക് ഈ അമിതമായ അധികാരം കൂടി കൊടുത്താൽ സാധാരണക്കാരായ കർഷകരും ആദിവാസികളുമായിരിക്കും അതിന്റെ ഇരകളായി മാറാൻ പോകുന്നത്.